മഹാന്മാരൊക്കെ പേടിച്ചത് ഖബറിൽ കടക്കുന്ന രംഗായിരുന്നു അല്ലേ? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലാ ഉഖ്ബിറുകും ബിയൗമി ഫഖ്രി, എന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസം ഏതാണെന്ന് ഞാൻ പറയട്ടെയോ? യൗമൻ ഊളഉ ഫീ ഖബ്രി, ഞാൻ ഖബറിൽ വെക്കപ്പെടുന്ന ദിവസമാണ്. പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് ഒരു പണം പോലും കയ്യിൽ സൂക്ഷിക്കാതെ ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ച ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ദാരിദ്ര്യം ഈ ദുനിയാവിലെ ദാരിദ്ര്യമല്ല, എന്റെ ദാരിദ്ര്യം ഖബറിന്റെ ഉള്ളിലുള്ള ഏകാന്തതയാണ്. ഏതായാലും സഹോദരന്മാരെ, ഈ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഒരുപാട് കാലം മനുഷ്യരെ താമസിപ്പിക്കും. അങ്ങനെ കിടന്നാൽ എല്ലാവരും ഖബറിലാകും. തലമുറയായി ഖബറിലേക്ക് വീഴും. ഓരോരുത്തരും മരിച്ച് മണ്ണോട് ചേരും. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം ലോകമങ്ങ് അവസാനിപ്പിക്കാൻ. പരലോകത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ യാത്രയുടെ ലോകം അവസാനിക്കുക എന്ന് പറയുന്നത്. അത് വേറൊരു വിഷയമാണ്. എന്നാലും 1-2 ആയത്തുകൾ മാത്രം. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ആളുകൾ ചോദിക്കുന്നു, ഇതെന്നായി ലോകം അവസാനിക്കുക? എന്നാണ് ആ ഭീകരമായ രംഗം? എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോകം അവസാനിക്കും ഇന്നും അത് ചോദിക്കുന്നവരുണ്ട്. എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ, നബിയേ എന്നാണെന്നവർ ചോദിക്കുന്നു. ഘോരമായ ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഭൗതികമായ കാര്യങ്ങളിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു തആലയുടെ ഈ നിശ്ചയം അവരെ പിടികൂടുന്നത്. അഥവാ ലോകം അവസാനിച്ചു അല്ലേ? വല്ലാത്തൊരു ഭീകരമായ രംഗം. ഖുർആൻ വല്ലാത്ത വിഹ്വലത നിറച്ചുകൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുതികൾ ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെയായിരിക്കും ഭൂമിയെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. ജിന്നുകളും മനുഷ്യരും എല്ലാവരും ബേജാറാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, എല്ലാവരും മരിക്കുന്നു. എല്ലാവരും മരിക്കും. ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹു ചോദിക്കും, ആരാണ് ഇനി ബാക്കിയുള്ളത്? ഇനി ജിബ്രീൽ ബാക്കിയുണ്ട്, മീകാഈൽ ബാക്കിയുണ്ട്, ഇസ്രാഫീൽ ബാക്കിയുണ്ട്, അസ്റാഈൽ ബാക്കിയുണ്ട് അലൈഹിമുസ്സലാം. ഓരോരുത്തരെയായി അല്ലാഹു തആല മരിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രം ബാക്കിയാകുന്നു. ഇനി ഒരാളുമില്ല. രാജാതിരാജനും സർവാധിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ഇനി ആർക്കാണ്?
കുറെ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ, ഭരണാധികാരികൾ, രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നല്ലോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ. എവിടെയാണവർ? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണ്? ഒരേ ഒരു മറുപടിയേ അതിനുള്ളൂ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു തമ്പുരാന് മാത്രമാകുന്നു ആ അധികാരമുള്ളത്.